മക്കള് രാവിലെ സ്കൂളിൽ പോയോ? സ്കൂളിലൊക്കെ പോയി. സ്കൂളിൽ എത്തിയോന്ന് അന്വേഷിക്കാറുണ്ടോ? ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും ഒക്കെ എല്ലാ സൗകര്യങ്ങളും നിങ്ങൾ കൊടുക്കാറുണ്ടല്ലേ? ഒക്കെ ശരി. വിദ്യാഭ്യാസം വേണ്ടുവോളം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഈ വിദ്യാഭ്യാസം നേടാൻ വേണ്ടി പോയ സ്കൂളിൽ അവരെത്തിയോ നിങ്ങൾ അന്വേഷിക്കാറുണ്ടോ? പറയാൻ കാരണം മറ്റൊന്നും കൊണ്ടല്ല. രാവിലെ മോള് കുറച്ച് വാശി പിടിച്ചപ്പോഴേക്ക് അവളെ കൊണ്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ. അപ്പൊ വീടിന്റെ അടുത്തുള്ള ഒരു ബീച്ചിൽ നിങ്ങളിങ്ങനെ മാറിയിരിക്കണം. അപ്പൊ ചെറിയ ചാറ്റൽ മഴയുണ്ട്. അപ്പം വണ്ടി പാർക്കിങ്ങിലിടുമ്പം പാർക്കിംഗ് ഫീസും വാങ്ങുന്ന ചേച്ചി അവരുടെ കയ്യിലുള്ള സാമഗ്രികളൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നു. അപ്പൊ ചേച്ചി എന്തൊക്കെ പറയാണ്, ഇവരൊക്കെ എന്തറിയുന്നു, പെൺമക്കളുള്ളവർക്ക് അതിന്റെ വേദന അറിയുന്നു. ഇങ്ങനെ അവരുടെ ആത്മകഥ ഒരു ഗദ്ഗതം പോലെ. ഞാൻ ചോദിച്ചു എന്തു പറ്റി ചേച്ചി? അപ്പൊ ആ ചേച്ചി പറയാണ്, സാറേ അങ്ങോട്ട് നോക്കാൻ പറഞ്ഞു. അപ്പൊ ഒരുപാട് കൊടകൾ ഇങ്ങനെ നിരന്നിരിപ്പുണ്ട്. അതിന്റെ അടിയിലൊക്കെ 10ാം ക്ലാസ് പ്ലസ് 1 പഠിക്കുന്ന പെൺകുട്ടികളാ. അവരൊക്കെ രാവിലെ സ്കൂളിൽ പോയെന്നും പറഞ്ഞ അവർ രക്ഷകർത്താക്കൾ ഇരിക്കുന്നത്. അപ്പം അതിലൊരു കുട്ടി, ഏറ്റവും ചെറിയ കുട്ടിയോട് ഈ പാർക്കിംഗ് ഫീസ് വാങ്ങുന്ന ചേച്ചി ചോദിച്ചു, മോളെ സ്കൂളിൽ പഠിത്തില്ലെന്ന് ചോദിച്ചു. എടുത്ത വാക്ക പെൺകുട്ടി പറഞ്ഞേ, ചേച്ചിയുടെ കാര്യം നോക്ക്, ഇവിടെ വല്ല സദാചാര പോലീസൊന്നും കളിക്കരുത്, ചേച്ചിയുടെ കാര്യം നോക്ക്. സത്യം പറഞ്ഞ ചേച്ചിയുടെ കണ്ണ് നിറഞ്ഞു പോയെന്നാ പറഞ്ഞു. ആ കൊച്ചിനെ കണ്ടപ്പോ എന്റെ മോളാണെന്ന് ആ ചേച്ചിക്ക് തോന്നിയിട്ടാണ് പറഞ്ഞത്. എന്റെ ജീവിതം ഈ കൂമ്പടിച്ച് പോകണ്ടല്ലോ, ഇത്ര ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ടു പോകണ്ടല്ലോ, നമ്മൾ ഒരുപാട് പേരുടെ ജീവിതം കണ്ടതല്ലേ എന്ന് ചേച്ചി എന്നോട് പറയും. എത്ര പേരുടെ ജീവിതം കണ്ട് നശിച്ച് നാരണക്കല്ലെടുത്ത്. ഇവനൊക്കെ ഇപ്പം ഈ കൊടയുടെ അടിയിലാണ്. ഇത് കഴിയുമ്പോഴത്തേക്കും റൂമിലേക്ക് പോകും. അമ്മാര് വീഡിയോ എടുക്കും, കൂട്ടുകാരുടെ മുമ്പിൽ മേനി നടിക്കാൻ വേണ്ടി. ഇത് കണ്ടില്ലേടാ നമ്മൾ എത്ര എണ്ണത്തിനെ കൊണ്ടുപോയതാണെന്ന് പറഞ്ഞ് മേനി നടിക്കും. അപ്പോഴേക്കും അവന്റെ അസാന്നിധ്യത്തിലോ അല്ലെങ്കിൽ അവൻ കാണാതെ എപ്പോഴെങ്കിലും ആ വീഡിയോ അവരെന്ത് ചെയ്യും, അവരുടെ ഫോണിലേക്ക് ആക്കും, കൊണ്ടുപോകും, അത് പിന്നെ പ്രചരിക്കും. പിന്നെ ദുരഭിമാനം സഹിക്കാൻ വയ്യാതെ ഒടുവിൽ സംഭവിക്കാൻ പോണത് ഒരു കഷ്ണം കയറിൽ 10-14 വയസ്സിൽ വിടരും മുമ്പേ കൊഴിയും. ഇതൊക്കെ വെച്ചിട്ട് 3 പെൺപിള്ളാരുടെ അമ്മയായ എനിക്കുണ്ടാകുന്ന മനോവിഷമം, മനക്ലേശമാണ് ഞാൻ അവരോട് പ്രകടിപ്പിച്ചത്. അതിനാ പെൺകുട്ടി എന്നോട് പറഞ്ഞത്, ചേച്ചിയുടെ കാര്യം നോക്കാനാ പറഞ്ഞത്. എനിക്ക് എന്റെ കാര്യം നോക്കിയാൽ മതി, ഞാൻ ദിനം പ്രതി ഇതുപോലത്തെ 100 കണക്കിന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ കൊച്ചു വളരെ വളരെ മൈനറാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്റെ പെൺമക്കളെ, എന്റെ മോളാണ്. രാവിലെ ഒരു 7 മണി 8 മണിയാകുമ്പോൾ തുടങ്ങിയ കരച്ചിൽ, ആ കരച്ചിൽ മാറ്റാൻ വേണ്ടി നടക്കുകയാണ്. നിങ്ങൾ എന്താ വിചാരിച്ചത്? ഈ തുടക്കത്തിലുള്ള ഹോർമോണിന്റെ വ്യതിയാനവും ആ ചെറുപ്പത്തിന്റെ തീക്ഷണമായ വൈകാരികമായ പരകൂടിയിൽ നിൽക്കുന്ന സമയത്തേക്ക് നമുക്ക് ഇതൊക്കെ തന്നെ വലുതെന്ന് തോന്നും. മക്കളെ, ഈ ചെറുപ്രായത്തിൽ പഠിക്കാതെ നല്ല സ്ഥാനങ്ങളിലേക്ക് എത്താൻ ലക്ഷ്യബോധമില്ലാതെ അലക്ഷ്യമായി ഇത് തന്നെ ഈ കൊടയുടെ അടിയിൽ നിൽക്കുക, ചുംബിക്കുക, കെട്ടിപ്പിടിക്കുക, ഇങ്ങനെ റൂം എടുക്കുക, ഇതൊക്കെ തന്നെയാണ് വലിയ സംബോധന. നിങ്ങൾ നടക്കും. ഇതിന്റെ എല്ലാം ആ ഒരു സുഖം പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നോർമൽ ആവുമല്ലോ. അപ്പോഴേക്കും 2-3 പിള്ളേർ കയ്യിലുണ്ടാവും. പിള്ളേരുണ്ടാകുന്നില്ല, ഈ പിള്ളേരുമായിട്ട് ഇങ്ങനെ കറങ്ങുക, ഇങ്ങനെ അഞ്ചരിക്കുക, ഇവരുടെ കരച്ചിൽ, ഇതൊക്കെ ഇങ്ങനെ പരിഹരിക്കാനെന്നുള്ള നമ്മളിങ്ങനെ വണ്ടിയിലൊക്കെ ഇങ്ങനെ പോകാന്ന് പറയുമ്പോൾ നമുക്കൊരു വാഹനം, അത്യാവശ്യം ബാങ്ക് ബാലൻസ്, ഈ സംവിധാനമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ആസ്വദിക്കാം. അല്ലെങ്കിൽ ഹലോ 100 രൂപ ഗൂഗിൾ പേ ചെയ്യുവോ, ഹലോ 200 രൂപ ഗൂഗിൾ പേ ചെയ്യുവോ, എത്രാന്ന് വെച്ച് തരുവാടാ കടം മറ്റുള്ളവർ. അവര് പിന്നെ തിരിച്ചു ചോദിക്കുമ്പോഴാ അതൊരു വഴക്കാവും. പിന്നെ നാട്ടിൽ മൊത്തവും പൈസ മേടിച്ചാൽ തിരിച്ചു കൊടുക്കാത്തവനാ. അവന്റെ പെണ്ണുമ്പിളി 10 രൂപ മേടിച്ചാൽ തിരിച്ചു തരാത്തവനാ. ആളുകളുടെ മുമ്പിൽ നമ്മൾ വെറും നാറികളായി മാറും. നാണം കെട്ടവൻ, കാശ് മേടിച്ചാൽ തിരിച്ചു കൊടുക്കാത്തവൻ. ഇല്ലല്ലോടാ, നമ്മൾ പഠിച്ചില്ലല്ലോ. നമ്മൾ വിദ്യാഭ്യാസം നേടേണ്ട സമയത്ത് വിദ്യാഭ്യാസം നേടിയില്ല. നമ്മൾ പല കടപ്പുറത്തിന്റെയും തീരത്തിരുന്നുകൊണ്ട് കൊടക്കാത്തിരുന്ന് നമ്മൾ നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കുമല്ലേ. 10ാം ക്ലാസ്സിൽ പ്ലസ് 1 പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കുകയാണ്. എവിടം വരെ കെട്ടിപ്പടുത്താണ് തോളത്തിരിക്കുന്ന 2 മക്കളെ, പഠിച്ചോളി. ഒരു സമയം വരുമ്പോൾ ഇതിന്റെയൊക്കെ സുഖവും കെട്ടൊക്കെ ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഒപ്പം പഠിച്ചവരൊക്കെ നല്ല വാഹനം, നല്ല വീട്, നല്ല സംവിധാനം, നല്ല സൗകര്യത്തിലൊക്കെ നടക്കുന്ന സമയത്ത് തെണ്ടിപ്പറക്കിപ്പോവും. മനസ്സിലായ? ഈ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഈ കൊടക്കടിയിലിരിക്കുന്ന ഈ സുഖം മാത്രമല്ല, അതിനപ്പുറത്തേക്കൊരു യഥാർത്ഥ ജീവിതം. നിങ്ങൾക്കറിയാതെ നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം, നിർഭയത്വത്തോടുള്ള ജീവിതം, അവരാഗ്രഹിക്കുന്ന സമയത്ത് അവരൊക്കെ ട്രിപ്പ് പോവുക, ഇതിനൊക്കെ പൈസ വേണം. പൈസ മാത്രം ഉണ്ടായ പോരാ, സമാധാനമുള്ള പൈസ ഉള്ളതുകൊണ്ടൊന്നും സമാധാനമുള്ള ജീവിതം കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് പഠിച്ചോളി, നല്ലൊരു പ്രൊഫൈൽ ഉണ്ടായിക്കോളി. ടീച്ചേ ടാറ്റ കൊടുത്തേ. എന്നാ ശരി, നടക്കട്ടെ. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക.
മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കുക.